ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആഴ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടെയുള്ളത് മൈഫിന്റെ റിസർച്ച് ഹെഡ് ആയിട്ടുള്ള സൂരജ് സാറാണ്. സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റിന്റെ പെർഫോമൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 7 ദിവസത്തെ തുടർച്ചയായിട്ടുള്ള ഒരു കുതിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നെഗറ്റീവ് നോട്ടിലായിരുന്നു ബെഞ്ച് മാർക്ക് ഇൻഡീസസുകളൊക്കെ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് തീർച്ചയായിട്ടും ഒരു മന്ത്ലി എക്സ്പയറി ദിനത്തിലേക്ക് കൂടിയാണ് വിപണി കടന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു വോളറ്റിലിറ്റി എന്തായാലും വിപണിയിൽ പ്രതീക്ഷിക്കാം. സർ, അതിനപ്പുറത്തേക്ക് ട്രംപിൻ്റെ താരിഫ് തീരുമാനങ്ങൾ വിട്ടൊഴിയുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ലാസ്റ്റ് ദിവസത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വാഹന ഇറക്കുമതിക്ക് 25% താരിഫ് ഏർപ്പെടുത്തുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അതിൽ ഒപ്പുവെച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഏപ്രിൽ 3 മുതൽ ഈ ഒരു നടപടി പ്രാബല്യത്തിൽ വരുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് അമേരിക്കയിൽ നിർമ്മിക്കാത്ത എല്ലാ കാറുകൾക്കും 25% തീരുവ ഏർപ്പെടുത്തും എന്നുള്ള ഒരു ട്രംപിന്റെ പ്രഖ്യാപനം. ഈ ഒരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ എന്നാണ് മാർക്കറ്റിൽ വിട്ടൊഴിയുക? അല്ലെങ്കിൽ ആഗോളതലത്തിൽ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാർത്തകളോട് നെഗറ്റീവ് നോട്ടിലാണ് ഗ്ലോബൽ മാർക്കറ്റ് പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് നോട്ടിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻഡിക്കേഷൻസ് ഉണ്ടായിരുന്നു. അവിടെ നിന്നും ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് ഇപ്പോൾ മാറിയിട്ടുമുണ്ട്. ജാസ്മിൻ, മാർക്കറ്റിൽ എപ്പോഴും ഒരു പ്രത്യേക സവിശേഷത എന്താണെന്നറിയാം. അതായത് മാർക്കറ്റിന് ഒരിക്കലും അൺസർട്ടനിറ്റി ഇഷ്ടമല്ല. അതായത് മാർക്കറ്റ് ഒരു നെഗറ്റീവ് ന്യൂസ് ബിൽഡ് ചെയ്യാൻ തയ്യാറാണ്. അത് ഡൊമസ്റ്റിക് ആണെങ്കിലും ഇന്റർനാഷണൽ ആണെങ്കിലും നെഗറ്റീവ് ന്യൂസ് വന്നോട്ടെ. നെഗറ്റീവ് ന്യൂസ് ഇല്ലാത്ത എക്കണോമീസ് ഇല്ല, അല്ലെങ്കിൽ നെഗറ്റീവ് ന്യൂസ് ഇല്ലാത്ത സിറ്റുവേഷൻസും ഇല്ല. അതൊക്കെ ടൈഡ് ഓവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം സ്പാൻ ചെയ്യുന്ന കുറേ അൺസർട്ടനിറ്റീസ് ആണ്. അൺസർട്ടനിറ്റീസ് എന്ന് പറയുമ്പോൾ ഈ എല്ലാ ടാരിഫും കൂടെ ഒന്നിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ മാക്സിമം പോയാലും മാർക്കറ്റ് ഒരു 2 to 3 ഡേയ്സിന്റെ ഒരു നെഗറ്റിവിറ്റി കാണിച്ചിട്ട് ചിലപ്പോൾ അത് തിരിച്ച് റിക്കവർ ചെയ്തേക്കാം. ഇത് പക്ഷേ അദ്ദേഹം ഓരോ ദിവസം ഇത് ഏതാണ്ട് മാർക്കറ്റിൽ അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് ഉള്ള പോലെയാണ് തോന്നുന്നത്. അതായത് ഈ നിരന്തരമായി അവർക്ക് വേണമെങ്കിൽ ഒരു പ്രസ് മീറ്റ് നടത്തി ഒരു ഏപ്രിൽ 2 മുമ്പേ ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒറ്റയടിക്ക് അത് പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ അതിനനുസരിച്ച് കൺട്രികൾക്കും കമ്പനികൾക്കും അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇത് അതിന് പകരമായിട്ട് ഓരോന്നായിട്ട് ഇന്ന് പീസ് മീലായിട്ട് അവിടെ ഇട്ടു, തിങ്കളാഴ്ച ഇട്ടു, ചൊവ്വാഴ്ച ഇട്ടു, ഈ ആഴ്ച ഇട്ടു എന്നുള്ള രീതിയിൽ എന്തിനാണ് അദ്ദേഹം ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു പിന്നെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ അൺസർട്ടനിറ്റി വരുമ്പോഴേ ഒരു ദിവസം ഒരു പോസിറ്റീവ് ന്യൂസിന് റെസ്പോണ്ട് ചെയ്തു, നെക്സ്റ്റ് ദിവസം ഒരു നെഗറ്റീവ് ന്യൂസിന് റെസ്പോണ്ട് ചെയ്യും. ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റി വരുമ്പോൾ പോളിസി മേക്കേഴ്സിന് പോലും ഈ ഗവൺമെന്റുകൾ, ശരിക്കും പറഞ്ഞാലേ ഇന്ത്യൻ ഗവൺമെന്റ് ഉൾപ്പെടെ മറ്റുള്ള രാജ്യങ്ങളുടെ ഗവൺമെന്റ്, ചൈനീസ് ഗവൺമെന്റ് ആയാലും ശരി, സൗത്ത് കൊറിയൻ ഗവൺമെന്റ് ആണെങ്കിലും ശരി, റഷ്യൻ ആണെങ്കിലും UK ആണെങ്കിലും യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും ഇവരൊക്കെ ഇത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാര്യം വെച്ചാൽ അവർക്കൊരു പോളിസി ഫ്രെയിംവർക്ക് അവർക്ക് ഉണ്ടാക്കണ്ടേ. പല രാജ്യങ്ങൾക്കും അവരുടേതായ ബഡ്ജറ്റ് ഉണ്ട്, ബഡ്ജറ്റ് ഡേ ഉണ്ട്, ഇലക്ഷൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു പോളിസി ഫ്രെയിംവർക്ക് അനുസരിച്ച് അവരുടെ സിറ്റിസൺസിനെയും അവരുടെ എക്കണോമിയെയും അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് അദ്ദേഹം കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ ആശ്ചര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ടാരിഫ് അല്ലേ, 25% ടാരിഫ് ഓൺ ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോമൊബൈൽ കമ്പോണൻസ് എന്ന് പറഞ്ഞു. ഈ ഓട്ടോമൊബൈൽ കമ്പോണൻസ് പ്രത്യേകിച്ച് എന്തെല്ലാം കൺട്രീസിനാണ് ഇത് അഫക്ട് ചെയ്യണമെന്ന് നോക്കൂ. അതായത് ജപ്പാൻ, ചൈന, ഓഫ് കോഴ്സ് അത് പറയേണ്ട കാര്യമില്ല, ജർമ്മനിയൊക്കെ ഇപ്പോൾ വോക്സ് വാഗൻ കമ്പനി, മെർസിഡീസ് ബെൻസും BMW ഒക്കെ ജർമ്മൻ കമ്പനീസ്, ഫ്രാൻസ്, പിന്നെ ഇന്ത്യ, ഇങ്ങനെ പല കൺട്രീസിനെ ഇത് എഫക്ട് ചെയ്ത് പോകുന്ന ഇറ്റാലിയൻ ഡിസൈൻസ്, ഇതെല്ലാം മോട്ടോർ ബൈക്സിനും എഫക്ട് ചെയ്യുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇന്ത്യയിൽ ഒരുമാതിരി മിക്ക കമ്പനിയും ഇൻസുലേറ്റഡ് ആണ്. ഇപ്പൊ മാരുതി സുസുക്കിക്ക് ഒന്നും വലിയ പ്രോബ്ലം ഇല്ല. പക്ഷെ നമ്മുടെ ഇവിടെ പ്രശ്നം പറ്റാൻ പോണത് ടാറ്റ മോട്ടോഴ്സിന്റെ ഡൊമസ്റ്റിക് ഓപ്പറേഷൻസിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ബട്ട് JLR, UK ബേസ്ഡ് JLRന് ജാഗുവർ ലാൻഡ് റോവർ, അതിന്റെ എനിക്ക് തോന്നുന്നു 22% ഓഫ് ടോട്ടൽ സെയിൽസ് തന്നെ US-ലാണെന്ന് തോന്നുന്നു. അത് ഏതാണ്ട് 25% ടാരിഫിലേക്ക് വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ദാറ്റ് ഇസ് വൺ. രണ്ടാമത് ഐഷർ മോട്ടോഴ്സ് ഇല്ലേ, നമ്മൾ എന്നും പ്രൗഡായിട്ട് നമ്മൾ പറയാനുള്ള റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, അതിന്റെ 650cc നന്നായിട്ട് US-ലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു തട്ട് സംഭവിച്ചേക്കാം. പിന്നെ കൂടുതലും കാർ കമ്പനിയെക്കാളും നമ്മുടെ ഒരു സ്റ്റഡിയിൽ ഇനിഷ്യലി നമുക്കിപ്പോൾ ഓവർനൈറ്റ് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ്. അത് ഡിസഫർ ചെയ്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്ന് നമ്മുടെ വിഷ്ണുവും കേദാർ പ്രഭുവും ഒക്കെ തന്നതനുസരിച്ച് ഓട്ടോ കമ്പോണൻസിൽ കുറച്ച് കമ്പനിക്ക് ഭേദപ്പെട്ട് എഫക്ട് ചെയ്യും. അതായത് ഭാരത് ഫോർജ്, സൻസേര എഞ്ചിനീയറിംഗ്, സുപ്രജിത്ത് എഞ്ചിനീയറിംഗ്, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ഇതേപോലെയുള്ള കമ്പനിയെ എഫക്ട് ചെയ്യുമെങ്കിലും നന്നായിട്ട് എഫക്ട് ചെയ്യാൻ പോണ കമ്പനി ഏത്? സോന BLW പ്രസിഷൻ ഫോർജിങ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. അവരുടെ 66% യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള സെയിലുകളാണ്, എക്സ്പോർട്സിന്റെ. അപ്പോൾ അത് തീർച്ചയായിട്ടും അവർക്ക് എഫക്ട് ചെയ്യുമ്പോൾ അതൊരു നെഗറ്റീവായിട്ട് വരുമെന്ന് നമുക്കറിയില്ല. ബട്ട് നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഇൻവെസ്റ്റേഴ്സിലേക്ക് പാസ് ചെയ്യുന്നു. രണ്ടാമത് സംവർധന മദേഴ്സൺ ഇന്റർനാഷണൽ, അതും ഈ മദേഴ്സൺ സോമിയുടെ വന്ന ഒരു കമ്പനി ആട്ടോ ഈ സോന BLW ഇത് പറയുന്നത്. ബട്ട് ഇറ്റ് ഹാസ് യൂണിറ്റ് ഇൻ US. അതിന് US-ൽ ഒരു യൂണിറ്റ് ഉള്ളതുകൊണ്ട് മേ ബി അത്രമാത്രം ഒരു ഇമ്പാക്റ്റ് വരും എന്ന് തോന്നില്ല. എങ്കിലും
ചില കമ്പോണൻറ്റ് മേക്കേഴ്സിനും ചില കാർ മേക്കേഴ്സിനും ചില ടൂ വീലർ മേക്കേഴ്സിനും ഇത് തീർച്ചയായിട്ടും നെഗറ്റീവാണ്. അതിനനുസരിച്ച് ഈ കമ്പനികൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളത് നോക്കേണ്ടതാണ്. ഏതായാലും ഈ പറയുന്ന പോലെ ഒറ്റ റിക്വസ്റ്റ് മാത്രമേ നമുക്ക് ട്രംപിനോട്, മൈഫിൻ TV ഒരു ചെറിയ ചാനലാണെങ്കിൽ പോലും നമ്മൾ പറഞ്ഞു വെക്കുന്നത്, പറ്റുമെങ്കിൽ എല്ലാം കൂടെ ഒരൊറ്റ അടിക്ക് പറഞ്ഞു തീർക്കുക. ഇങ്ങനെ വച്ചുകൊണ്ട് മാർക്കറ്റിന് ഒരു അൺസർട്ടൻലി കൊണ്ടുപോകരുത്. ഒരുപാട് പേരുടെ സ്വെറ്റും ബ്ലഡും ഇൻവെസ്റ്റ് ചെയ്ത ഒരു സിസ്റ്റമാണ് മാർക്കറ്റ് എന്ന് പല ഗവൺമെൻറ്റുകൾക്കും അവരുടെ ഫിസ്ക്കൽ പോളിസിയായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സോ പ്ലീസ് ബി എ റെസ്പോൺസിബിൾ മാൻ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. യെസ്, ട്രംപിന്റെ താരിഫ് അനിശ്ചിതാവസ്ഥകളൊക്കെ തന്നെ നിലനിൽക്കുന്ന സമയത്ത് പല ഓട്ടോ മേജർ കമ്പനികളെയും ഇപ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ കമ്പനികളെയൊക്കെ തന്നെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ അൺസർട്ടനിറ്റീസ് നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു പീസ് മീലായിട്ട് ഇങ്ങനെ ഈ ഇൻഫർമേഷൻസ് തരാതെ ഒരൊറ്റ പ്രസ് മീറ്റിൽ കാര്യങ്ങൾ തീർപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും എന്നത് തന്നെയാണ് പറയാനുള്ളത്. ജാസ്മിൻ, അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയും, ഇത് അൾട്ടിമേറ്റ്ലി ബെനിഫിറ്റ് ചെയ്യണത് എലോൺ മസ്ക് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഞങ്ങളും ഇതിലാവില്ല, ഞങ്ങളും കൂടെ ഇമ്പാക്റ്റഡ് ആവും എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കണേ. പക്ഷെ കണ്ട പോളിന് അവരുടെ മിക്ക മാനുഫാക്ചറിങ്ങും US തന്നെയാണ്. അപ്പോൾ ഇലോൺ മസ്കിന്റെ ടെസ്ലയ്ക്കും ഫോർഡ് കമ്പനിക്കും ഇത് ബെനിഫിഷ്യൽ ആയിട്ട് വരും എന്നുള്ള കാര്യം അവർക്ക് റേറ്റ് കൂട്ടേണ്ട കാര്യമില്ല. മറ്റുള്ള കമ്പനീസിന്റെയൊക്കെ ഇമ്പോർട്ടിന്റെ ടാരിഫ് കൂട്ടുമ്പോൾ നേരെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ലൂസർ ആരാന്നറിയോ? ഈ ലൂസർ നമ്മൾ ഈ പറഞ്ഞ പോലെ ജപ്പാനും ജർമ്മനിയും ഇറ്റലിയും ഫ്രാൻസും ഇന്ത്യയും, അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സും JLRും ഏഷ്യർ മോട്ടോഴ്സും ഒന്നുമല്ല, അമേരിക്കൻ സിറ്റിസൺസ് ആണ്. അതായത് നല്ല ചീപ്പ് റേറ്റിൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കാർ കിട്ടാനുള്ള സാധ്യതയാണ് ഇത് അടഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അവർക്ക് ടെസ്ലയും ഫോർഡും കൊണ്ട് മാത്രം സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും എന്നുള്ള ഇത്രയും വലിയ ഗ്ലോബൽ എക്കണോമി, ഓപ്പൺ എക്കണോമി, അല്ലെങ്കിൽ ഒരു ഓപ്പൺ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അമേരിക്കൻസ് ഒരു പ്രൊട്ടക്ഷനിസ്റ്റിലേക്ക് പോകുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. യെസ്, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കിലേക്ക് പോകേണ്ടിയിരിക്കുന്നു സാർ. ഇൻഡസ്ഇൻഡ് ബാങ്കിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇൻസൈഡർ ട്രേഡിങ്ങിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു കൃത്യം നമ്മൾ ഇതേ ഫോറത്തിൽ മാർച്ച് 12 സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡേറ്റിലായിരുന്നു ഇതിന്റെ അപ്ഡേഷൻസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേഷൻസ് എന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസൈഡർ ട്രേഡിങ്ങിനെ കുറിച്ച് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബി, അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ ഞങ്ങളുടെ റിസർച്ച് ഡെസ്കിൽ നിന്നും ഇപ്പോൾ കേദാർ പങ്കുവച്ചിട്ടുള്ളത്. ബാങ്ക് അതിന്റെ ഒരു വെളിപ്പെടുത്തൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചോ എന്ന് പരിശോധിക്കുകയാണെന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് നൽകിയ വെളിപ്പെടുത്തലുകൾ അനുസരിച്ച് ചില ഉന്നത ഉദ്യോഗസ്ഥർ ഏതാണ്ട് 2024 ജനുവരി മുതൽ കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ഓഹരികൾ വിൽക്കുകയും വാങ്ങുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്ക് 1500 കോടി രൂപയുടെ ഒരു നഷ്ടം വൈകി വെളിപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് അവിടെ നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വൈകി വെളിപ്പെടുത്തൽ ഓഹരികളെ കാര്യമായിട്ടുള്ള രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇൻവെസ്റ്റേഴ്സിനും അതോടൊപ്പം തന്നെ ട്രേഡേഴ്സിനും ഒക്കെ തന്നെ വലിയ നഷ്ടങ്ങൾ ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു വയലേഷൻസിനെ സംബന്ധിച്ചിടത്തോളം സാർ, ഇത് ഒരു വലിയ രീതിയിലുള്ള വയലേഷൻ ആണ്. ഓൾറെഡി കാര്യങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് അത് വെളിപ്പെടുത്തിയില്ല എന്നുള്ളൊരു നിലയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? ഞാനിപ്പോൾ ജാസ്മിൻ പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതായത് 12-ാം തീയതി നമ്മൾ എഴുതി വെച്ച കാര്യങ്ങൾ, അന്ന് സംസാരിക്കാനായിട്ട് എഴുതി വെച്ച കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ 12-ാം തീയതി ഇത് ബ്രേക്ക് ചെയ്തതാണ്. അതായത് ഇപ്പോൾ ഈ കാലത്ത് ഇത് ബ്രേക്ക് ചെയ്യാനായിട്ട് വലിയ വിഷമമൊന്നുമില്ല. കാര്യം ഇൻസൈഡർ ട്രേഡ്സ് ഒക്കെ തീർച്ചയായിട്ടും പല സൈറ്റുകളിൽ വരുന്നതാണ്. പക്ഷേ നമ്മുടെ റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് സാഹചര്യത്തിന് ഉയർന്നു എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. കാര്യം അവിടെ നിന്ന് വന്ന റിസർച്ച് ഡെസ്കിൽ നിന്ന് വന്ന ഒരു ഇൻഫർമേഷൻ ആയിരുന്നു അന്ന് നിങ്ങളുടെ ബ്രേക്ക് ചെയ്തത്. അതായത് സിഇഒയും ഡെപ്യൂട്ടി സിഇഒയും, നമ്മൾ അദ്ദേഹത്തിന്റെ പേര് എടുത്തു പറഞ്ഞാണ് നമ്മൾ പറഞ്ഞത് എത്ര എമൗണ്ടിന് എത്ര ഷെയർ വിറ്റു 2023-24 അതുകൂടാതെ നമ്മൾ ഒരു ഇൻഫർമേഷൻ കൂടി പറഞ്ഞിരുന്നു. അതായത് 24-25 കാലഘട്ടത്തിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഇവരിത് ഐഡന്റിഫൈ ചെയ്തതെന്ന് പറയുന്നത്. എന്നാലും അതെ, എന്നിട്ട് മാർച്ചിലാണ് 2025 മാർച്ചിലാണ് അവർ പുറത്തോട്ട് പബ്ലിക് ഇൻഫർമേഷൻ ആയിട്ട് വരുന്നത്. സെപ്റ്റംബർ ഒക്ടോബറിൽ ഇതിൽ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു മേജർ FII, നമ്മൾ അന്നും പേര് ഡിസ്ക്ലോസ് ചെയ്തില്ല, നമ്മൾ ഇന്നും പേര് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, ഒരു മേജർ FIIയുടെ ഷെയർ ഹോൾഡിംഗ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു FII സെല്ലിംഗ് ഒക്കെ അബ്സോർബ് ചെയ്യണത് റീറ്റെയിൽ ഇൻവെസ്റ്റർ ഒന്നും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അത് ഏതോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അബ്സോർബ് ചെയ്തത്. കാര്യം ആ സെല്ലിങ്ങിനനുസരിച്ചുള്ള ബൈങ് നടക്കണമല്ലോ. അതൊരു 2-3 മ്യൂച്വൽ ഫണ്ട് നടത്തിയതായിട്ട് നമ്മൾ പറഞ്ഞു. ആ മ്യൂച്വൽ ഫണ്ടിന്റെ പേര് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഇതൊരു കോർപ്പറേറ്റ് ഗവർണൻസ് ഇഷ്യൂ ആണെന്നുള്ളത് നമ്മൾ അന്നും ഇതേ വാക്കുകളാണ് പറഞ്ഞത്. 1500 കോടിയുടെ 520 കോടിയുടെ ഒരു ഡെറിവേറ്റീവ് എക്സ്പോഷറിൽ ബാങ്കിൽ വരുന്ന ഒരു ട്രേഡ് M2M ലോസസ്, മാർക്കറ്റ് ടു മാർക്കറ്റ് ലോസസ്, ഒരു പൊരുത്തക്കേട്, അതായത് ഒരു ലോസ് ആണ് സംഭവിച്ചത്. അതിൽ മിസ് അപ്രോപ്രിയേഷൻ അല്ല, മിസ് മാനേജ്മെന്റ് ആണ്. മിസ് അപ്രോപ്രിയേഷൻ എന്ന് പറയുമ്പോൾ ഫണ്ട് അതിനകത്ത് നിന്ന് എടുക്കുക എന്നുള്ള അങ്ങനെയല്ല, ഒരു ഫ്രോഡ് അല്ല കാണിച്ചേക്കണേ. അവർ ചെയ്ത ഒരു ട്രേഡ്, ചെയ്യാൻ പാടില്ലാത്ത ഒരു ട്രേഡ് ചെയ്തത് കാരണം അവർക്ക് ലോസ് ആയി എന്നുള്ള.
ആ ലോസ് ഒക്കെ ഒരു ബാങ്കിനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ നമുക്ക് തന്നെ മാർക്കറ്റിൽ എത്ര പ്രാവശ്യം ട്രേഡ് ചെയ്തപ്പോഴും ഇൻവെസ്റ്റ് ചെയ്തപ്പോഴും തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്. ഹ്യൂമൻസ് ആണ്. അത് പ്രത്യേകമായിട്ട് ഹെഡ്ജിങ് കറക്റ്റായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചടിച്ചേക്കാം എന്നുള്ള ഇൻഫർമേഷൻ നമുക്കും അറിയാം. ബട്ട് ഈ കോർപ്പറേറ്റ് ഗവർണൻസ് ഇഷ്യൂ ആണ് നമ്മൾ അന്നും കോൺസെൻട്രേറ്റ് ചെയ്തത്. നമ്മൾ അന്ന് പറയുകയും ചെയ്തു ഹിന്ദുജ പ്രൊമോട്ടേഴ്സ് ആണ്. അത് പണ്ട് ബൊഫോഴ്സ് ഇഷ്യൂവിന് നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രൊമോട്ടറാണ്. പക്ഷേ ഇപ്രാവശ്യം പ്രൊമോട്ടേഴ്സ് അല്ല, അതിന്റെ ഹൈ ലെവൽ മാനേജ്മെന്റ്, അതായത് സിഇഒ ലെവലിലും ആ ഒരു കാർട്ടൽ പോലെ കളിച്ചതായിട്ട് നമ്മളത് കാണപ്പെട്ടു. ഇപ്പോഴും നമ്മളത് ഉറപ്പ് പറയുന്നില്ല. ഇതെല്ലാം കിട്ടിയ ഇൻഫർമേഷൻ നമ്മൾ നിങ്ങളിലേക്ക് പാസ് ഓൺ ചെയ്യണമെന്നേ ഉള്ളൂ. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നാലേ അവർ കുറ്റക്കാരാവുള്ളൂ. എന്താ ഗിൽറ്റി എന്ന് അൺലെസ് പ്രൂവൺ അല്ലേ? ഇപ്പൊ ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഗിൽറ്റി എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഒരു കോർപ്പറേറ്റ് ഗവർണൻസിന്റെ ഇഷ്യൂ അതിനകത്തുണ്ടായിരുന്നു. അതിനകത്ത് ഇൻസൈഡർ സെല്ലിംഗ് മാത്രമല്ല, അവർ പബ്ലിക്കിലേക്ക് ഡിസ്ക്ലോസ് ചെയ്തതും സെബി അറിയിച്ചതും ബാങ്ക് RBI അറിയിച്ചതും എല്ലാ കാര്യങ്ങളിലും അതിനകത്ത് ഈ പറഞ്ഞ ഒരു പൊരുത്തക്കേട് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും മാർക്കറ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോടൊപ്പം പങ്കുവയ്ക്കാനായിട്ട് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും അഹല്യ ഫിൻഫോറെക്സ് വൈസ് പ്രസിഡന്റുമായിട്ടുള്ള അനീഷ് ചന്ദ്രൻ സാറാണ് ഈ ഒരു ഫോറത്തിൽ ജോയിൻ ചെയ്യുന്നത്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. ഗുഡ് മോർണിംഗ്. താങ്ക് യു. യെസ്, ഏതായാലും ഇന്നൊരു മന്ത്ലി എക്സ്പയറി ദിനത്തിലേക്ക് തന്നെയാണ് നിഫ്റ്റി കടന്നിരിക്കുന്നത്. ആദ്യ മിനിറ്റുകളിൽ 23,433 എന്നുള്ള ഒരു ലെവലിൽ ഓപ്പൺ ചെയ്ത ശേഷം ഒരു നെഗറ്റീവ് നോട്ടിലായിരുന്നു തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് ഒരു ഉയർച്ച 23,562 എന്നുള്ള ഒരു നിലയിലേക്ക് പോകുന്ന ഒരു നിഫ്റ്റിയെയും പ്രധാനപ്പെട്ട ബെഞ്ച്മാർക്ക് സൂചികകളെയും ഒക്കെ തന്നെയാണ് കാണിക്കുന്നത്. ഇനി ലാസ്റ്റ് ട്രേഡിംഗ് ഡേ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു 7 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു നേട്ടത്തിന് വിരാമം വിട്ടുകൊണ്ടുള്ള ഒരു നെഗറ്റീവ് നോട്ടിലായിരുന്നു മാർക്കറ്റ് അവസാനിച്ചിട്ടുമുണ്ടായിരുന്നത്. ഇന്ന് തീർച്ചയായിട്ടും ഒരു എക്സ്പയറി ദിനത്തിൽ കാര്യമായിട്ടുള്ള ഒരു വോളറ്റിലിറ്റിയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെയാണ്? ജാസ്മിൻ പറഞ്ഞതുപോലെ കറക്റ്റ് ആയിട്ട് ഒരു വോളറ്റാലിറ്റി ഡേ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നല്ലൊരു വോളറ്റാലിറ്റി ഉണ്ട്. അതിന്റെ വോളറ്റാലിറ്റി ആണ് ഈ രാവിലെ കണ്ട മാർക്കറ്റിന്റെ ലോവിൽ ഓപ്പൺ ചെയ്യുകയും ഹൈയിലേക്ക് വരികയും ചെയ്തത്. ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർനൂണും ഇതേപോലെ തന്നെ വോളറ്റാലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഒരു ഡബിൾ ടോപ്പിൽ വന്നിട്ടാണ് 23,800 എന്ന് പറയുന്ന ലെവലിലേക്ക് വന്നിട്ടാണ് മാർക്കറ്റ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വലിയൊരു മൂവ്മെന്റ്സിന് ശേഷമുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് വന്നത്. ഇന്ന് അതിന്റെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഇൻട്രാഡേ ലെവൽസ് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഈ 23,800 എന്നുള്ള ലെവൽ ഇപ്പോഴും സ്റ്റിൽ അവിടെ ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 23,400 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ലെവലും നമുക്ക് പ്രതീക്ഷിക്കാം. സോ നല്ലൊരു സ്വിംഗ് മൂവ്മെന്റ്സ് ആഫ്റ്റർനൂൺ ഒരു സ്വിംഗ് മൂവ്മെന്റ്സ് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ട് ലെവൽസിന്റെ ഇടയിലായിരിക്കും ഇന്ന് മാർക്കറ്റ് ട്രേഡ് ചെയ്യുക എന്ന് തോന്നുന്നു. ഫസ്റ്റ് ഹാഫിൽ മുകളിലോട്ട് പോയാൽ നമുക്ക് സെക്കൻഡ് ഹാഫിൽ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് പ്രതീക്ഷിക്കാം. ദെൻ വീണ്ടും റിക്കവറിക്ക് ലാസ്റ്റിൽ സാധ്യതയുണ്ട്. ക്രൂഡിന്റെ മൂവ്മെന്റ്സ് ഒക്കെ നോക്കിയാണ് രാവിലത്തെ ഓപ്പണിംഗിലെ ഡൗൺ ആയത് എന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അത് തിരിച്ച് റിക്കവറി ആകുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് പോലെ 23,800 ഒരു മൂവ്മെന്റ്സ് ഉണ്ടാവാനുള്ള സാധ്യത, ഒരു പോസിറ്റീവ് മൂവ്മെന്റ്സ് ഉണ്ടാവാനുള്ള സാധ്യത ഇന്നുണ്ട്. അതിനുശേഷവും പ്രോഫിറ്റ് ബുക്കിംഗ് വീണ്ടും ഓടന്ന് വരാൻ സാധ്യതയുണ്ട്. നെറ്റ് നോക്കുകയാണെങ്കിൽ വളരെ ക്ലോസിംഗിൽ എനിക്ക് തോന്നുന്നു വലിയ മൂവ്മെന്റ്സ് ഒന്നും തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. നിയർ ടു പോയിന്റ്സിലൊക്കെ ആയിരിക്കും ക്ലോസ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ് സർ, അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ സമാനമായിട്ടുള്ള ഒരു ട്രെൻഡ് തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. തുടക്കഘട്ടത്തിൽ ഒരു നെഗറ്റീവ് നോട്ടിൽ ആരംഭിക്കുന്നു, പിന്നീട് 0.5% കൂടുതലുള്ള ഒരു മൂവ്മെന്റ് ഓൾറെഡി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് തന്നിരിക്കുകയാണ്. ഇപ്പോൾ 51,484 എന്നുള്ള ഒരു നിലവാരത്തിൽ 275-ലധികം പോയിന്റുകളുടെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുമുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഇന്ന് താങ്കളുടെ ഒരു വ്യൂ എങ്ങനെയാണ്? നിഫ്റ്റി ബാങ്ക് കുറച്ചുകൂടെ പോസിറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബൈങ് സ്റ്റാർട്ട് ചെയ്തതും ബേസിന്റെ ഒക്കെ ബൈങ് ഉള്ളത് കൊണ്ടായിരിക്കും. കുറച്ചുകൂടെ പോസിറ്റീവ്നെസ് ഉള്ള ഒരു സ്റ്റോക്സ് ആണ്. നിഫ്റ്റിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് 52,000 ഇന്ന് ഹെഡ് ചെയ്യുമെന്നാണ്. ഇമീഡിയറ്റ് ആയിട്ട് ഹെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അവിടേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് എക്സ്പെക്ട് ചെയ്യണമെന്നില്ല. വോളറ്റാലിറ്റി ഉണ്ടാവുമെങ്കിലും വീണ്ടും റിക്കവറിയിലേക്ക് വരാൻ ഒരു പോസിറ്റീവ് സൈനിൽ തന്നെ ആയിരിക്കും ക്ലോസിംഗിന്റെ അടുത്ത് നിൽക്കുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് ഷോർട്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കവർ ചെയ്യാനുള്ള സാധ്യത നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. വളരെ സ്ട്രോങ് ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും പെർഫോം ചെയ്യുന്നത്. 2 ഡേയ്സിൽ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴും അത് പോസിറ്റീവ് ടെറൈൻ എന്ന് പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും. 52,000 മുകളിലോട്ട് പോവുകയാണെങ്കിൽ അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള
ഒരു മൊമെന്റ്സിലേക്ക് വരും. 54,000 ആണ് അടുത്തുണ്ടായിരിക്കുന്ന നെക്സ്റ്റ് ഒരു ലെവൽ എന്ന് ഷോർട്ട് ടൈമിലേക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത്. അറൌണ്ട് 50,500 ഒക്കെയാണ് നമുക്കൊരു സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതിപ്പോ ഒരു പോസിറ്റീവ് ട്രേഡ് തന്നെ ആയിരിക്കും നമുക്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. സർ, അതോടൊപ്പം തന്നെ ഞങ്ങളിപ്പോൾ നേരത്തെ സംസാരിച്ച ഇൻഡസിൻ ബാങ്കുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് സെബിയുടെ ഒരു അന്വേഷണമൊക്കെ തന്നെ വരാനിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതുകൊണ്ട് തന്നെ 0.5% കൂടുതലുള്ള ഒരു ഇടിവ് ഇൻഡസിൻ ബാങ്ക് ഓൾറെഡി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ 649 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇയർ ടു ടിൽ ഡേറ്റ് പെർഫോമൻസ് പരിശോധിക്കുമ്പോഴും തീർച്ചയായിട്ടും ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇൻഡസിൻ ബാങ്ക് എന്ന് പറയുന്നത്. 32.33% ഒരു വീഴ്ചയാണ് ഇൻഡസിൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിക്കുന്നത്. നിലവിലെ ഒരു സ്ഥിതിഗതികൾ വെച്ച് നോക്കുന്ന സമയത്ത് ടെക്നിക്കലി ഇൻഡസിൻ ബാങ്കിന്റെ ചാർട്ട് എങ്ങനെയാണുള്ളത്? ലാസ്റ്റ് ടൈം നമ്മളത് ഡിസ്കസ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് നല്ലത്. സ്റ്റിൽ ഞാൻ അവിടെ റിമൈൻ ചെയ്യുകയാണ്, അവിടെ തന്നെ നിൽക്കുകയാണ്. 600 താഴോട്ട് ഒരു സ്റ്റോക്സിന്റെ പെർഫോമൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ന്യൂസുകളൊക്കെ തന്നെ വരുന്നത് അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. സോ ചാർട്ടില് കുറച്ച് വീക്കായിട്ട് തന്നെയാണ് നമുക്ക് ഇൻഡസിൻ ബാങ്കിന്റെ ചാർട്ട് കാണാൻ കഴിയുന്നത്. വോളിയം സെല്ലോൺ വോളിയം എന്ന് പറയുന്നത് വളരെയധികം ഹൈ ആണ്. സോ നെക്സ്റ്റ് ലെവൽ ഓഫ് ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ്സിന് അത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കത് വെയിറ്റ് ചെയ്യാം. 540 ഒക്കെ ആയിട്ട് ഒരു സപ്പോർട്ട് സോണിലേക്ക് ഇമ്മീഡിയറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. സോ അത് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മളത് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള ആ സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ചെറിയ മൂവ്മെന്റ്സ് മാർക്കറ്റ് പോസിറ്റീവ് ആകുമ്പോഴുള്ള ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ തന്നെ അത് ഒരു സെൽ ഓർ റൈസ് എന്നുള്ള സ്ട്രാറ്റജി ആയിരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുക്കുന്നത്. സോ നമ്മൾ അത് കോൺഷ്യസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യുക റീറ്റെയിലേഴ്സ്. ഇപ്പോൾ നിഫ്റ്റി 50യുടെ ഒരു റേഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എറ്റേണൽ, അതായത് സൊമാറ്റോയും ജിയോ ഫൈനാൻഷ്യൽ സർവീസസും നിഫ്റ്റി 50യിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വാർത്തകൾ വരുന്നുണ്ട്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഇരു ഓഹരികളിലും നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ്, അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പെർസെൻറ്റേജിൽ തന്നെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ജിയോ ഫിനാൻഷ്യൽ സർവീസസ് 1.27% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. എറ്റേണൽ 0.5%, അതായത് സൊമാറ്റോ 0.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ ഒരു ഇരു കമ്പനികളുടെയും നിലവിൽ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജിയോ ഫിനാൻസിനെ സംബന്ധിച്ച് നമുക്കൊരു ബോട്ടം ലെവൽ പിക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. കറക്റ്റീവ് ആക്ഷൻസ് ഏകദേശം കഴിയാറായി എന്ന് തന്നെയാണ്. അപ്പൊ നിഫ്റ്റിയിൽ ഉൾപ്പെടുത്തുന്നതോടുകൂടി അവിടെ ഇൻഡെക്സിന്റെ ബൈ വരാനുള്ള സാധ്യതയുണ്ട്. ഇൻഡെക്സ് ഫണ്ടുകളുടെ തന്നെ ബൈ വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. സോ തീർച്ചയായിട്ടും ഈ ഒരു കമ്പനിയിലെ ഒരു അക്വസിഷൻ മോഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതൊരു ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഒരു കറക്ഷൻസ് കഴിഞ്ഞ ഒരു ചെറിയ ലെവൽ ഓഫ് കൺസോൾട്ടേഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. 200 and 225 to 30 ഇടയിലെ ഒരു കൺസോൾട്ടേഷൻ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ഒരു മാസമായിട്ട് വരുന്ന സെല്ലേഴ്സ് ഒന്നും വലുതായിട്ട് അഫക്ട് ചെയ്തിട്ടില്ല. അഗെയിൻ ഇതിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു കൺസോൾട്ടേഷൻ ലെവലിലേക്ക് വന്നിട്ടുണ്ട് ആ സ്റ്റോക്സ്. സോ അടുത്തൊരു അപ്വേർഡ് മൂവ്മെന്റ് ആയിരിക്കും വരാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. ഞാൻ 300 മുകളിലേക്ക് പ്രതീക്ഷിക്കുന്ന ഷോർട്ട് ടൈമിൽ 300 മുകളിലേക്ക് പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റോക്സ് ആണ്. ഇമ്മീഡിയറ്റ് ഒരു 250 ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ഉണ്ട്. സോ അത് ബ്രേക്ക് ചെയ്ത് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദെൻ വോളിയം ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വോളിയം ലെവലിലും ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇതൊരു സ്ട്രാറ്റജിക്കലി ഒരു ബൈ അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിന് പോസിറ്റീവായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്സ് ആയിട്ട് തന്നെയാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഇമ്മീഡിയറ്റ് വരുന്ന ഒരു സപ്പോർട്ട് 200 ലെവൽസ് ആണ്. അതിന്റെ അടുത്ത് വരികയാണെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്നുള്ള ഒരു സ്ട്രാറ്റജി നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് സൊമാറ്റോയിലേക്ക് പോകാം. സൊമാറ്റോ ആൾറെഡി അത് ഒരു കറക്റ്റീവ് ആക്ഷൻസിൽ വന്നു കഴിഞ്ഞു. അഗെയിൻ ഇത് ഒരു പോസിറ്റീവ് ട്രെൻഡിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. 200 എന്ന് പറയുന്ന ഒരു ബേസ് ലെവലായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. വളരെയധികം കഴിഞ്ഞ വർഷങ്ങളിൽ വളരെയധികം മൂവ്മെന്റ്സ് കണ്ട ഒരു സ്റ്റോക്സ് ആണ്. അതിന്റെ ഒരു കറക്റ്റീവ് ആക്ഷൻസ് ആണ് ഇപ്പോൾ കണ്ടത്. അഗെയിൻ പല ബ്രോക്കറേജ് അത് പോസിറ്റീവായിട്ട് തന്നെ റേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിലൊരു ടെക്നിക്കൽ മൂവ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഇമ്മീഡിയറ്റ് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും ഇൻഡെക്സിലേക്ക് വരുമ്പോൾ അതിന്റെ ഫണ്ട്സ് ബൈ വരുമ്പോൾ അതിലൊരു പോസിറ്റീവ് മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വോളിയത്തിൽ കുറച്ച് ഡിപ്പ് വന്നിട്ടുണ്ട്. സോ എങ്കിലും ഈ ഒരു ഇൻവെസ്റ്റേഴ്സ് കാറ്റഗറി വാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്സിലേക്ക് ഉൾപ്പെടുത്തുകയും പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബൈ ചെയ്യാവുന്ന ഒരു ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇമ്മീഡിയറ്റ്ലി ഒരു 200 ലെവലിൽ ഒരു സപ്പോർട്ട് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്.